അവസാനം നമുക്ക് പറയാനുള്ളത് തങ്ങളെടുത്ത് പോകാം. തങ്ങളുടെ വാക്കുകൾ അത് അവസാനമാണ്. അള്ളാഹു അറിയിക്കുന്ന അങ്ങനത്തെ പകരക്കാരൻ നൽകി ഈ സമുദായത്തിന്റെ ആ ശൂന്യത അള്ളാഹു തീർത്തേട്ടെ. നമ്മുടെ ഈ പഞ്ചായത്തിന് സമസ്തയുടെ ഏകീകരണമാണ് ഇന്നിവിടെ തുറന്നു കൊടുക്കുന്നത്. ഏകീകരണം എന്ന് പറയുമ്പോൾ ഭിന്നിച്ചു എന്നുള്ള അലക്കല്ല, ഒരു ഏകീകരിച്ചുകൊണ്ട് ഒരു വൻ പദ്ധതികൾ ആവിഷ്കരണം ചെയ്ത് ഈ മുന്നേറ്റത്തിനാണ് നാം സമസ്ത കേരള ജമീയത്തുലമയുടെ പോഷകങ്ങളെല്ലാം കൂടി ഈ പഞ്ചായത്തെ എല്ലാ മഹല്ലത്തുകളും പ്രതിനിധികളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കേന്ദ്രം, ഒരു കാര്യാലയം നമുക്കിവിടെ സ്ഥാപിക്കണമെന്നുള്ള ലക്ഷ്യം. അതിന് സഹായകരമായ രീതിയിൽ നമുക്ക് ഒരു സഹോദരി, അദ്ദേഹത്തിന്റെ അവരുടെ സഹോദരിയുടെ ഒരു സ്ഥലം നമുക്കതിന് അനുവദിച്ചു. ഇൻഷാ അല്ലാഹ് അതിന്റെ തുടക്കം കൂടിയാണ് ഒറ്റക്കെട്ടായി ദീനിന് വേണ്ടി നമ്മുടെ ഈ സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരു കൂട്ടായ്മക്ക് വേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ തന്നെ അള്ളാഹു ബർക്കത്ത് ചെയ്യുന്നതാണ്. ഒരു കൂട്ടായ്മയിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യും. അങ്ങനെ നമ്മുടെ പഞ്ചായത്തിലെ ഓരോ സുന്നി പ്രവർത്തകനും സമസ്തയുടെ പ്രവർത്തകനും ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങിയ വളരെ അനിവാര്യമായ ഒരു സ്ഥലത്ത് ഒരു ആസ്ഥാന കേന്ദ്രം എന്നുള്ള ഒരു പദ്ധതിക്കാണ് ഇവിടെ നടക്കുന്നത്. തുടർന്ന സമയങ്ങളിൽ വിശദമായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബോധ്യപ്പെടുത്തും. ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്, അതിന്റെ പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ ആദ്യം നിങ്ങളൊക്കെ അറിയിക്കുകയാണ് വിഷയം. ഇങ്ങനെ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളത് തുടക്കം കുറിക്കണം എന്നുള്ളത്. ഇനി നിങ്ങളാണ് ഇതിന്റെ പ്രവർത്തനത്തിന് സഹായകമായി നമുക്ക് മുന്നോട്ട് വരാനുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ആദ്യമാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സഹായ സഹകരണങ്ങളാണ്. സ്കരിക്കാനുള്ള സൗകര്യവും നമ്മുടെ മറ്റ് ദീനീ പ്രവർത്തനങ്ങൾക്ക് ആസ്ഥാനം, അതോടൊപ്പം തന്നെ ഒരുപാട് നന്മയാർന്ന പ്രവർത്തനങ്ങൾ ഒരു കേന്ദ്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗകര്യങ്ങളും ഏറെ തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു കേന്ദ്രം ഉണ്ടാകുമ്പോൾ, നമുക്കൊരു ആസ്ഥാന കേന്ദ്രം ഉണ്ടാകുമ്പോൾ അവിടെ പ്രവർത്തിക്കാനൊക്കെ നമുക്ക് എളുപ്പമാണ്. അതല്ലാണ്ട് സമസ്തക്കാരുടെ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഒരു ആവേശമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനുവേണ്ടി സഹകരിക്കുകയും സഹായിക്കുകയും അകമറിഞ്ഞ് സഹായിക്കുകയും പ്രാർത്ഥനയിലൂടെ അത് വിജയിച്ചെടുക്കണം. ഇൻഷാ അല്ലാഹ് അത് തുടക്കമാണ്, അതിന്റെ പ്രഖ്യാപനമാണ് നടക്കുന്നത്. വാഴ പഞ്ചായത്ത് സമസ്ത കാര്യാലയം എന്ന അതിന് പേര് വഹിച്ചിട്ടുണ്ട്. ഇതിവിടെ പ്രഖ്യാപിക്കുകയാണ്. സമസ്ത കാര്യാലയം, വാഴ പഞ്ചായത്ത് സമസ്ത കാര്യാലയം. നാം ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, സ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. ആ പ്രദേശത്ത് അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ യാത്ര പോകുന്ന വഴിയായതുകൊണ്ട് തന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് മറ്റുള്ള സ്ത്രീകൾക്ക് മറ്റു സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, യാത്ര വർദ്ധിച്ച സമയമാണ്. എല്ലാവർക്കും യാത്ര പോകേണ്ടതുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം നിസ്കരിക്കാൻ അവർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കൽ വ്യാപകമാണ്, ആവശ്യമായി വന്നിരിക്കുന്നത്. ആ ഒരു സൗകര്യവും നമുക്ക് അവിടെ ഒരുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ദഅവത്തിന്റെ പ്രവർത്തനം നടത്താൻ അനിവാര്യമായ ഒരു കോൺഫറൻസ് ഹാൾ കൂടി അവിടെ നിർവഹിക്കേണ്ടത്. അതോടൊപ്പം തന്നെ പ്രവർത്തനത്തിനെ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തനമാണ് നിർവഹിക്കേണ്ടത്. പുതിയതായ വലിയൊരു പദ്ധതിക്കാണ് ഇവിടെ രൂപം കൊടുക്കുന്നത്. എല്ലാവരും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചാൽ ഇൻഷാ അല്ലാഹ് അത് പൂർത്തീകരിക്കാൻ എളുപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും വരും സമയങ്ങളിൽ തലമുറക്ക്
സുന്നത്തുമായത്തിന്റെ സമസ്തയുടെ ആശയാദർശങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു കേന്ദ്രമായി അതിനെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഹായം പ്രതീക്ഷിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ സംഘം സ്വാലിയാമിലായി കബൂൽ ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വാക്കിൽ കാണിച്ചു. അസ്സലാമു അലൈക്കും.